ഇത് തന്നെ ആലോചിച്ച് നോക്കുക. എന്നെ 16 ദിവസം ജയിലിലിട്ടതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? ഒരു ന്യായവും ഇല്ല. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തു. പോലീസുകാരെ പക്ഷെ ഇത്രയും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാനും മുകേഷും ഒക്കെ. പക്ഷെ പോലീസ് ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പിൽ കഴിഞ്ഞ തവണ ഞാൻ അടിപതറിപ്പോയി. അത് സത്യമാണ്. പോലീസുകാരൻ എന്നോട് ചോദിച്ചു, ഞാനൊരു AI ഫോട്ടോ ഇട്ടിരുന്നു. ആ പോലീസുകാരൻ എന്നോട് ചോദിക്കുകയാണ്, ഇത് തന്റെ ഫോട്ടോ ആണെന്ന് പരാതിക്കാരിക്ക് തോന്നിയാൽ അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു, സാറേ അതെന്താ അങ്ങനെ ഉദ്ദേശം? അല്ല, ഇത് എന്റെ ഫോട്ടോ ആണെന്ന് ആ പരാതിക്കാരിക്ക് തോന്നുകയാണ്, അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും? അതുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും വേണം, അത് FSLന്റെ റിപ്പോർട്ട് വരണം. എന്റെ ഓഫീസ് ലാപ്ടോപ്പാണ് കൊണ്ടുപോയത്, എന്റെ മൊബൈൽ ഫോണാണ് കൊണ്ടുപോയത്. ഞാൻ വീണ്ടും 1.5 ലക്ഷം രൂപ മുടക്കി വേറെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മേടിച്ചു. ഇനി അത് ഒരു 3, 4, 5, 6 മാസം കഴിഞ്ഞ് കിട്ടുകയായിരിക്കും. അപ്പോ പ്രൊസീജിയർ വഴി മെനക്കെടുത്തുക, ഇതാവരുത് നമ്മുടെ നിയമം. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ചട്ടങ്ങളും നടപടികളും വഴി പ്രൊസീജിയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുക, മെനക്കെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകരുത് എന്നുള്ളതാണ്. പെട്ടെന്ന് ഞാനിതിൽ 2-3 പോയിന്റുകൾ വായിച്ച് നിങ്ങളുടെ ഇതിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലെ പരാതിക്കാരി, ദൈവത്തെ ഓർത്ത് പരാതിക്കാരി, ഇരയല്ല, അതിജീവിതയല്ല, പരാതിക്കാരി മാത്രമാണ്. രാഹുൽ ഈശ്വർ പറയുന്നതല്ല, കോടതിയുടെ വിധിയാണ്. അവരൊരു പരാതിക്കാരിയാണ്. ആ പരാതിക്കാരിയെ നിങ്ങൾ അതിജീവിത എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ്. കാര്യം യഥാർത്ഥത്തിൽ വേദനയും വിഷമവും അനുഭവിച്ച, യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച സ്ത്രീകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചത് സംബന്ധിച്ച് ഞാൻ പോലീസിൽ പരാതി നൽകി. ഈ 2 സെക്ഷൻസ് ദൈവത്തെ ഓർത്ത് എല്ലാ ആണുങ്ങളും, പ്രത്യേകിച്ച് കുടുംബവും അല്ലെങ്കിൽ കുട്ടികളും സഹോദരങ്ങളും മക്കളും എന്താ പറയണേ ഭർത്താവും ബോയ്ഫ്രണ്ടും അല്ലെങ്കിൽ അച്ഛനും ഒക്കെയുള്ള സ്ത്രീകളും ഓർത്തിരിക്കണം. IPC 211, BNS 248. കള്ള പരാതി കൊടുത്ത് ഒരാളെ ഇൻജുറി ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒരാളെ കള്ള പരാതിയിൽ കുടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ വകുപ്പുകളാണ്. എനിക്കെതിരെയുള്ള സെക്ഷന് 1 വർഷമേ തടവുള്ളൂ. ഈ സെക്ഷന് 3 വർഷം മുതൽ 5 വർഷം വരെ തടവുള്ള സെക്ഷനാണ്. ഇവരത് സ്വീകരിച്ച് പരാതി എടുക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷെ അത് കൊടുത്തിടണം. ഇത് പോലീസുകാർ ഇതിനെതിരെ നടപടി എടുക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും അല്ല. അത് പോലീസുകാരുടെയും കുറ്റമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആ 211 BNS 248 പ്രകാരം ഞാൻ പരാതി കൊടുത്തു. പരാതിക്കാരിയുടെ, ഇതാണല്ലേ പോയിന്റ്, പരാതിക്കാരിയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിൽ പ്രകോപിതയായിട്ടാണ് എനിക്കെതിരെ പരാതി നൽകിയത്. രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ഭർത്താവിന്റെ വീഡിയോ വന്നിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടും. ഡിസംബർ 4, 2025 രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച വിധി പ്രകാരം പരാതിക്കാരി അതിജീവിതയല്ല. ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് 14-ാം പേജിൽ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിർബന്ധിത ഗർഭചിത്രം മാത്രമേ നിലനിൽക്കൂ. അതിന് ഈ അതിജീവിത എന്ന് പറയുന്ന ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന വകുപ്പിന്റെ പ്രൊട്ടക്ഷനും ഇല്ല. അതായത് ആരുടെ പേരാണ് നമ്മൾക്ക് പറഞ്ഞുകൂടാത്തത്, ആരെയാണ് അതിജീവിത എന്നോ വിക്ടിമെന്നോ ഇരയെന്നോ വിളിക്കുന്നത്. സെക്ഷുവലി റിലേറ്റഡ് ഒഫൻസസിന് പാത്രീഭവിച്ച അല്ലെങ്കിൽ സെക്ഷുവലി റിലേറ്റഡ് ഒഫൻസ് ഏത് പെൺകുട്ടിക്കെതിരെ നൽകിയോ അവളെയാണ് നമ്മൾ സർവൈവർ എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇരാന്നോ ഒക്കെ വിളിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആ സെക്ഷനിൽ വരുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ 14-ാം പേജിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ഏറ്റവും പ്രധാനം, ദൈവത്തെ ഓർത്ത് മാധ്യമങ്ങൾ അവളോടൊപ്പം അല്ല നിൽക്കേണ്ടത്, അവനോടൊപ്പവും അല്ല നിൽക്കേണ്ടത്. മാധ്യമങ്ങൾ നിൽക്കേണ്ടത് സത്യത്തോടൊപ്പമാണ്. ഈ അവളോടൊപ്പമൊന്നും അവനോടൊപ്പമൊന്നും പറയാതെ സത്യം എന്താണോ, നാളെ ജെനുവിൻ പീഡന പരാതികൾ വരാം, അവരോടൊപ്പം നമ്മൾ നിൽക്കണം. നാളെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ ഉന്നാവോ റേപ്പ് കേസിലെ വ്യക്തി. ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ആ പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നു, ആ പെൺകുട്ടിയുടെ 2 റിലേറ്റീവ്സിനെ കൊന്നു. അയാളാണ് ഇപ്പോഴും ഒരു MLA ആണ്, അയാളാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. ഒരു ആലോചിച്ച് നോക്കുക, അതിന്റെ തീവ്രത ആലോചിച്ച് നോക്കുക. ഒരു പെൺകുട്ടിയെ ജോലിക്ക് വന്നു എന്ന് പറഞ്ഞ് ആ സമയത്ത് റേപ്പ് ചെയ്തു, ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ആദ്യം അച്ഛനെ കൊടുക്കാൻ നോക്കി, എന്നിട്ട് അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ കൊന്നു, പിന്നീട് ഇവരുടെ 2 ബന്ധുക്കള് ആക്സിഡന്റ് ഉണ്ടാക്കി അവരെ കൊന്നു. അങ്ങനെ ഒരു MLA നമ്മുടെ സുപ്രീം കോടതിയുടെ വിമർശനമേറ്റ് അത് കിടക്കുന്നുണ്ട്. അതാണ് ഈ അർണബ് ഗോസ്വാമിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹൈലൈറ്റ് ചെയ്ത്. ജെനുവിൻ കേസുകളുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. അപ്പോ അവളോടൊപ്പമോ അവനോടൊപ്പമോ അല്ല, സത്യത്തോടൊപ്പം നിൽക്കണം. അങ്ങനെ പലപ്പോഴും നിൽക്കാത്തത് കൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ ആവശ്യം വേണ്ടി വരുന്നത്. ഒരു പരാതി വന്നാൽ കൂടെ നിൽക്കാൻ, സത്യം അറിഞ്ഞിട്ടും കൂടെ നിൽക്കാൻ ആരുമില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഒറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മളെല്ലാം, ഞാനും മാധ്യമപ്രവർത്തകനാണ് 10-20 വർഷമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം മീഡിയയിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആദർശവും സത്യവും ഒക്കെ വിശ്വസിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാമെന്ന് വിശ്വസിച്ചല്ലേ ഈ പ്രൊഫഷനിലേക്ക് വരുന്നത്. എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഈ ലോകത്തിനുണ്ടാക്കാം, എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സമൂഹത്തിന് പോസിറ്റീവായി ചെയ്യാം, എന്തെങ്കിലും സത്യത്തിലും ആദർശത്തിലും, ഇടതോ വലതോ മധ്യമോ ഏതെങ്കിലും ഒരു ആദർശത്തിൽ വിശ്വസിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ വരുന്നത്.
ആ ആദർശത്തിന്റെ ഒരു കണിക സത്യം ആവശ്യപ്പെട്ടോട് ഞാൻ ചോദിക്കുകയാണ്, ഈ പെൺകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സത്യസന്ധമായി നിങ്ങൾ ചിന്തിക്കണം, ഈ പെൺകുട്ടി പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ വിമർശിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ ഏറ്റവും നല്ല പതിപ്പല്ലേ നമ്മൾ കാണുന്നത്? അതുകൊണ്ട് ഈ കേസിൽ ബഹുമാനപ്പെട്ട മീഡിയ, ബഹുമാനപ്പെട്ട കോടതി, ബഹുമാനപ്പെട്ട മീഡിയ, ബഹുമാനപ്പെട്ട പോലീസ് അടക്കമുള്ള ആൾക്കാർ ഈ വിഷയത്തിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യണം. ഇനിയും ജയിലിൽ പിടിച്ചിടാനുള്ള പരിപാടികളല്ല നോക്കേണ്ടത്. ഭരണഘടന എനിക്ക് ഉറപ്പു തരുന്ന മൗലിക അവകാശമായ ആവിഷ്കാര സ്വാതന്ത്ര്യം, വിമർശന സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 പരിധിയിൽ വരുന്നതിന് ഉള്ളിൽ നിന്നുകൊണ്ടും റീസണബിൾ റെസ്ട്രിക്ഷൻസ് അഥവാ യുക്തിസഹമായ കാര്യകാരണ അടിസ്ഥിതമായ റെസ്ട്രിക്ഷൻസിനുള്ളിൽ നിന്നുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് എന്ന് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഒരു അധിക്ഷേപവുമില്ല, ഒരു സെക്ഷലി കളർഡ് റിമാർക്കുമില്ല, ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടില്ല. ഒരു കാര്യം കൂടി ആലോചിക്കണം, ഇടുന്നതിൽ പോലും പ്രശ്നമില്ല, എന്നിട്ട് പോലും ഞാൻ ചെയ്യുന്നില്ല. കാര്യം ആ പെൺകുട്ടി അതിജീവിതയല്ല. എന്തിന്? ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഇട്ട വീഡിയോ ഞാൻ ലൈക്ക് ചെയ്തു പോലുമില്ല. എന്നെ സപ്പോർട്ട് ചെയ്തിട്ട വീഡിയോ ആണ്. ഇനി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയും. നമ്മുടെ നാട്ടിൽ കള്ളക്കേസ് എടുത്ത് എതിർസ്വരങ്ങളെ ഇല്ലാതാക്കുന്ന ഈ പ്രവണത അവസാനിക്കണം. അതായത് പോലീസ് കേസുകളെ ഹരാസ്മെന്റിന്റെ ടൂളായിട്ട്, അതാണ് നമ്മൾ പോറ്റിയെ കയറ്റി എന്ന പാട്ടിൽ കണ്ടത്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളപ്പരാതി ഇടുന്നു. അത് ദൈവം സഹായിച്ച് മീഡിയയുടെ എല്ലാം സ്റ്റാൻഡ് കൊണ്ടുകൂടിയാണ്. അതും കൂടെയാണ് മീഡിയയോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മീഡിയക്കാരുടെ സ്റ്റാൻഡ് പോലീസുകാർ സ്ഥിരമിരുന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതിനപ്പുറം നിങ്ങൾ ആരും, എനിക്കറിയില്ല ഇവിടെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ടോ, പോലീസുകാരുടെ യാത്ര ആയിട്ടുണ്ടോ, ജയിലിൽ കിടന്ന ഒരാളെന്ന രീതി പറയുക, സൈബർ സ്റ്റേഷനുള്ളിൽ കിടന്ന ആളെന്ന രീതി പറയുക. ഇവർ നിങ്ങൾ ഒപ്പിയെടുക്കുന്ന അഭിപ്രായം പറയുന്ന മുഖ്യധാരാ ചാനലുകൾ 4 or 5 മാറി മാറി കാണുന്ന പോലീസുകാരെ ഞാൻ അവിടെ കണ്ടു. അത് നല്ലതാണ്, ഒരു പൊതുജനത്തിന്റെ പൾസ്. നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് കോടതിയെയും, കോടതി എന്ന് പറയുന്നില്ല, കോടതി പറഞ്ഞാൽ കോടതിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് നിയമ സംവിധാനത്തെയും പോലീസിനെയും സ്വാധീനിക്കുന്നുണ്ട്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ, എന്റെ വൈഫൊക്കെ ആ ചാനൽ ഇങ്ങനെ പറഞ്ഞു എന്ന് വരെ പറയുന്നുണ്ട്. മീഡിയയുടെ പവർ അതാണ്. പോലീസും പ്രോസിക്യൂഷനും കള്ളം പറയുകയാണെങ്കിൽ പ്രതിരോധമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് മീഡിയയും കോടതികളും. ആ പ്രതിരോധമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആരെയും കള്ളക്കേസിൽ കൊടുക്കാമെന്ന ദുരവസ്ഥ ഉണ്ടാകും. വെറുതെ പേരും ഊരും നാളും ഇല്ലാത്തൊരു പരാതി വെച്ച് ആരെയും കൊടുക്കാം. ഈ സ്പേസ് മിസ്യൂസ് ചെയ്യാൻ ദൈവത്തെ ഓർത്ത് സമ്മതിക്കണം. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ സ്ഥിരം പറയാറുണ്ട്, ഞാനിത് ചെയ്യുന്ന ഒരുപാട് പേര് എന്നോട് ജയിലിൽ പോയപ്പം എന്റെ കൂടെ നിന്ന് ചില പോലീസുകാർ സെൽഫി അടക്കം എടുത്തു. ഞാനിപ്പം അവരോട് പറഞ്ഞു, സാറേ ഈ കള്ളക്കേസുകൾ ഒരു ഇഷ്യൂ ആണ്. ഞാൻ ഈ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. വീട്ടിൽ 2 ആൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്. എനിക്ക് പേടിയുണ്ട്, നാളെ അവർക്കെതിരെ കള്ളക്കേസ് വരുമോ? ആരെങ്കിലും കൊടുത്താൽ പോരെ? അവർ നാളെ ഒരു അഫയർ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും, അവന്റെ സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും, കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും. ഈ കള്ളക്കേസുകൾ അവസാനിപ്പിക്കണം. എന്തെങ്കിലും 2 or 3 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പരിധിക്കുള്ളിൽ നിന്ന് ഞാൻ മറുപടി പറയാം. നിങ്ങളില്ലെങ്കിൽ നിങ്ങളിത് കൊടുക്കണം. മാത്രമല്ല, ഞാൻ പറഞ്ഞു നിൽക്കുമ്പോഴേ നിങ്ങളുടെ മനസാക്ഷിയോടാണ് ഞാൻ അപ്പീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസാക്ഷിയിൽ തൊട്ട്, ഹൃദയത്തിൽ തൊട്ട് ചോദിക്കുക, ഈ നാട്ടിൽ നീതിയും സത്യവും നടക്കട്ടെ? ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും റിസ്കിലല്ലേ? നമ്മൾ എല്ലാവരും അപകടത്തിലല്ലേ? ശ്രീ ദിലീപ് 85 ദിവസം ദിലീപിനെ പിടിച്ച് ജയിലിടാൻ പറ്റുമെങ്കിൽ, കള്ളക്കേസിൽ വേറൊരാളെ പിടിച്ച് ജയിലിടാൻ പറ്റുമെങ്കിൽ, നമ്മൾ ആരാണ് പിന്നെ സേഫ്? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കും. നിങ്ങൾ തീർച്ചയായും ചോദിക്കണം. ഏതെങ്കിലും പറഞ്ഞതിന് എതിരഭിപ്രായം ഉണ്ടോ, അനുകൂല അഭിപ്രായം ഉണ്ടെങ്കിലും ചോദിക്കണം. പിന്നെ ദയവായി ഒന്ന് വിളിച്ച് അന്വേഷിക്കണം, ആ പരാതി വന്നു. മീഡിയയിൽ കണ്ടിട്ടാണ് ഞാനിപ്പോ ഹൈക്കോടതിയിൽ ഞാൻ ഓൾറെഡി മൂവ് ചെയ്തു. ഹൈക്കോടതിയിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്തിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നോട്ടീസ് തരാതെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് നോട്ടീസ് കൊടുത്തു എന്ന് കോടതി കള്ളം പറഞ്ഞു. നമ്മൾ കോടതികളിൽ കള്ളം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ എന്താ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കുക. കോടതികളിൽ കള്ളം പറഞ്ഞു തുടങ്ങി. എനിക്ക് അന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇന്ന് പറയാം. എനിക്ക് വീണ്ടും ജാമ്യം നിഷേധിക്കാനായി കോടതിയിൽ കയറിയെന്ന് പ്രോസിക്യൂട്ടർ പറയുകയാണ്, പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ല. എന്റെ ഫ്രണ്ടിൽ വെച്ചാണ് പോലീസുകാരപ്പോൾ അയാളെ വിളിച്ചത്. അതായത് എന്റെ ഫ്രണ്ടിൽ വെച്ച് പോലീസുകാർ വീണ്ടും ഇത് അറിഞ്ഞപ്പോൾ അയാളെ വിളിച്ചു. ഞങ്ങൾ രാവിലെ റിപ്പോർട്ട് കൊണ്ട് തന്നല്ലോ. അതായത് ബേസിക്കലി ഞാൻ 2-3 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ, ഇതാണ് ഉദ്ദേശം. അനീതിയല്ലേ? നമ്മുടെ ശത്രുക്കൾക്ക് നമ്മൾ അങ്ങനെ ചെയ്യാമോ?